ഹായ്, ഞാൻ അഭിലാഷ് കരിമുളക്കൽ. ഇന്ന് നമുക്ക് തക്കാളിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. തക്കാളി നമുക്കെല്ലാം ഇഷ്ടപ്പെട്ട ഒരു പച്ചക്കറിയാണ്. പഴമായിട്ടും പച്ചക്കറിയായിട്ടും ഒക്കെ ഉപയോഗിക്കുന്നതാണ്. ലോകം മുഴുവൻ തക്കാളി ഇഷ്ടപ്പെടുന്ന ആൾക്കാരുമാണ്. തക്കാളി ഉത്സവങ്ങൾ നടത്തുന്ന വാർത്തകളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പം പലതരം തക്കാളിയുണ്ട്. മരത്തക്കാളിയുണ്ട്, വള്ളിത്തക്കാളിയുണ്ട്, കുറ്റിത്തക്കാളിയുണ്ട്. അപ്പോൾ ഈ മരത്തക്കാളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഹൈ റേഞ്ചിലൊക്കെ കാണുന്ന ഒരു ചെറുമരത്തിലെ തക്കാളിയോട് സാദൃശ്യമുള്ള മരത്തക്കാളി എന്ന് തന്നെ പറഞ്ഞാൽ അതേ ടേസ്റ്റും ഒക്കെ ഉള്ള ഒരു ഇനം തക്കാളിയുണ്ട്. അതേപോലെ തന്നെ വള്ളിത്തക്കാളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോളി ഹൗസിലൊക്കെ കൃഷി ചെയ്യുന്ന പ്രത്യേക ഇനം ഒരു തക്കാളിയാണ്. വള്ളി പോലെ നമ്മൾ പയറ് വള്ളി പോലെ പോകുന്ന പോലെ മുകളിലേക്ക് പോയിട്ട് കൊല കൊലയായിട്ട് തക്കാളി ഉണ്ടാകുന്ന തരത്തിലുള്ള വള്ളിത്തക്കാളി. പിന്നെ നമ്മൾ സാധാരണ കൃഷി ചെയ്യുന്ന കുറ്റിത്തക്കാളി. അപ്പൊ ഈ തക്കാളി കെച്ചപ്പായിട്ട്, തക്കാളി ജാമായിട്ട് ഒക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ പഴമായിട്ടും പച്ചക്കറിയായിട്ടും ഉപയോഗിക്കുന്നത് കൂടാതെ അപ്പം വളരെയധികം വ്യവസായിക പ്രാധാന്യമുള്ള ഒരു സാധനം കൂടിയാണ് നമ്മുടെ തക്കാളി എന്ന് പറയുന്നത്. തക്കാളി സൊളാനേഷ്യസ് എന്ന് പറയുന്ന ഒരു കുടുംബത്തിൽപ്പെട്ട സസ്യകുടുംബത്തിൽപ്പെട്ട ഒരു ഇനം പച്ചക്കറിയാണ്. സൊളാനേഷ്യസിലെ വഴുതന, പച്ചമുളക്, തക്കാളി. അപ്പൊ ഇതിന് മൂന്നിനും വരുന്ന രോഗങ്ങളൊക്കെ ഒരുപോലൊക്കെ തന്നെയാണ്. തക്കാളിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു രോഗം എന്ന് പറഞ്ഞാൽ വാട്ടമാണ്. വാട്ടരോഗം ഒരു തരം ബാക്ടീരിയയാണ്, പെട്ടെന്ന് വാടി വീഴുക എന്നുള്ളതാണ്. അപ്പൊ അതിന് പ്രതിരോധശേഷിയുള്ള ഇനങ്ങൾ ഇപ്പം ധാരാളമായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ വാട്ടരോഗം വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ ചുണ്ട, വഴുതനയുടെ ഫാമിലിയിൽപ്പെട്ട ആയതുകൊണ്ട് ചുണ്ടയ്ക്ക എന്ന് കേട്ടിട്ടില്ല. വഴുതന ചെറിയ ഒരു തരം വൈൽഡ് വെറൈറ്റിയാണ് ചുണ്ടയ്ക്ക. ചുണ്ടയ്ക്ക തൈ ഉണ്ടാക്കിയിട്ട് അതിൽ തക്കാളിയുടെ പിന്നെ ബഡ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും ഈ പറയുന്ന വാട്ടരോഗം വരത്തില്ല. അങ്ങനെയാണ് വാട്ടരോഗത്തെ പ്രതിരോധിക്കാൻ പറ്റുന്നത്. പിന്നെ നല്ല വാട്ടരോഗത്തെ പ്രതിരോധിക്കുന്ന ഇനങ്ങളുണ്ട്, ചില ഹൈബ്രിഡ് ഇനങ്ങളൊക്കെ ഉണ്ട്. അത് വാങ്ങി കൃഷി ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് വീട്ടിലൊക്കെയാണ് ഗ്രോ ബാഗുകളിൽ കൃഷി ചെയ്യാം. ഗ്രോ ബാഗ് നന്നായിട്ട് തയ്യാറാക്കണം. നടിയിൽ മിശ്രിതം തയ്യാറാക്കുന്നതിനെ കുറിച്ച് ഞങ്ങളുടെ ഒരു വീഡിയോ നേരത്തെ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്, എല്ലാവരും കയറി കാണുക. അപ്പം നല്ല നടിയിൽ മിശ്രിതം നിറച്ചിട്ട് വേണം തക്കാളി തൈകൾ നടേണ്ടത്. അപ്പം പിന്നെ ഈ ഗ്രോ ബാഗിൽ നടുന്നത് പോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ വാരങ്ങൾ എടുത്തിട്ട് നടാം, മണ്ണിൽ നേരിട്ട് നടാം. പക്ഷേ നടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, തക്കാളിയെ സംബന്ധിച്ച് ഈ ഞാൻ നേരത്തെ പറഞ്ഞ വാട്ടരോഗം വരാതിരിക്കാൻ പതിവായിട്ട് നമ്മൾ സ്യൂഡോമോണാസ് ഫ്ലോറിസെൻസ് എന്ന് പറഞ്ഞ ഒരു ബാക്ടീരിയയുടെ കൾച്ചർ കിട്ടും. അപ്പം നടുമ്പോൾ തൈ ഒരു 10 മിനിറ്റ് സ്യൂഡോമോണാസ് ലൈനിയിൽ മുക്കിയിട്ട് നടുക. പിന്നെ 10 ദിവസം കൂടുമ്പോൾ അല്ലെ ഒരു 15 ദിവസം കൂടുമ്പോൾ പതിവായിട്ട് ഈ സ്യൂഡോമോണാസ് ലൈനി കലക്കി ഒഴിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് വാട്ടരോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, അല്ല വന്നിട്ട് പോകാൻ ഉള്ളതല്ല. അപ്പോൾ സ്യൂഡോമോണാസ് പതിവായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് വാട്ടരോഗത്തെ പ്രതിരോധിക്കാൻ കഴിയും. പിന്നെ നമുക്ക് പലതരം രോഗങ്ങളും കീടങ്ങളും വേറെയും പല രോഗങ്ങളും വരും. അപ്പൊ ഈ രോഗങ്ങൾക്കെല്ലാം പ്രതിവിധിയാണ് സ്യൂഡോമോണാസ്. ഒട്ടുമിക്ക രോഗങ്ങളെയും ഈ ഫംഗസ്, ബാക്ടീരിയ പോലെയുള്ള പല ജീവികളും ഉണ്ടാക്കുന്ന രോഗങ്ങളെയൊക്കെ പ്രതിരോധിക്കാൻ നല്ലതാണ്. പിന്നെ കീടങ്ങൾ, ചിത്രകീടം അടക്കമുള്ള പലതരം കീടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതിന് ബിവേറിയ ബാസിയാന എന്ന് പറഞ്ഞ ഒരു മിത്ര കുമിൾ കൾച്ചർ വാങ്ങിക്കാൻ കിട്ടും. സ്യൂഡോമോണാസിന്റെ പോലെ ഒരു കൾച്ചറാണ്, വേറൊരു ജീവിയാണ്. അതും 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് 10 ദിവസത്തിലൊരിക്കൽ ചെയ്തുകൊണ്ടിരുന്ന കീടബാധകളും ഉണ്ടാകത്തില്ല. അപ്പൊ ഇത് രണ്ടും മാറി മാറി ഉപയോഗിച്ചുകൊണ്ട്, സ്യൂഡോമോണാസും ബിവേറിയം മാറി മാറി ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ യാതൊരുവിധ കീടശല്യവും ഉണ്ടാകത്തില്ല. പിന്നെ ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ തക്കാളി പഴം വന്നിട്ട് അതിൽ ചെറിയ പാച്ചസ് വരും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ പാച്ചസ് പ്രധാനമായിട്ടും കാൽസ്യം ഡെഫിഷ്യൻസിയാണ്. അപ്പൊ സമീകൃതമായിട്ടൊരു വളപ്രയോഗം കൃത്യമായിട്ട് കൊടുക്കണം. അപ്പോൾ കാൽസ്യം ഡെഫിഷ്യൻസി ഈ തക്കാളിയെ സംബന്ധിച്ച് വലിയ തോതിലുണ്ട്. അപ്പം ഒരു ആഴ്ചതോറും എന്ന രൂപത്തിൽ 1-2 സ്പൂൺ ഈ കുമ്മായം ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. കുമ്മായം ഇട്ട് ആണ് നമുക്ക് കാൽസ്യത്തിന്, അത് മണ്ണിൻ്റെ പുളി കുറയ്ക്കുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെ കാൽസ്യം പിന്നെ സ്വീകരിക്കാൻ കഴിയും. അപ്പം നമ്മൾ കുമ്മായ പ്രയോഗം ഒഴിവാക്കരുത്. അപ്പം കുമ്മായം പതിവായിട്ട് നൽകിയാൽ ഈ ഫ്രൂട്ടിന് വരുന്ന പാച്ചസ് ഇല്ലാതെയാവും. പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോ ന്യൂട്രിയൻസിൻ്റെ പ്രയോഗം. മൈക്രോ ന്യൂട്രിയൻസ് സമ്പൂർണ്ണ എന്ന് പറഞ്ഞ നമ്മുടെ കേരള കാർഷിക സർവകലാശാലയുടെ ഒരു മൈക്രോ ന്യൂട്രിയൻസ് വളമുണ്ട്. അത് വാങ്ങിയിട്ട്
രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു 10 ഗ്രാം വീതം തടത്തിലിട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ 5 ഗ്രാം ഫോളിയാർ സ്പ്രേ ആയിട്ട് അതായത് ഇലകൾ തളിച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് തക്കാളിക്ക് വളമായിട്ട് ചെയ്യുമ്പോൾ തുടക്കം പോലെ പുതുതലമുറ വളങ്ങളാണ് കൊടുക്കുന്നത് നല്ലത്. പുതുതലമുറ വളം എന്ന് പറഞ്ഞാൽ 999 19 എന്ന് പറയുന്ന ഒരു വളമുണ്ട്. അത് 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് ഒരു 5 ദിവസത്തിന് ഒരിക്കൽ എന്ന രൂപത്തിലെ ഇലകൾ തളിച്ചു കൊടുക്കുക. 999 അത് ഫ്രൂട്ട്സ് അതായത് പൂക്കൾ ഉണ്ടാവുന്നതിനും വരെ മാത്രമേ 999 പ്രയോഗിക്കാം. അതിനുശേഷം കൂടുതൽ ഫ്രൂട്ട്സ് ഉണ്ടാകാനും പൂക്കൾ ഉണ്ടാകാനും വേണ്ടിയിട്ടുള്ള വളമാണ് ചെയ്യേണ്ടത്. അത് 13.045 എന്ന് പറഞ്ഞ വളമാണ്. അത് 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് ഇതുപോലെ ഫോളിയറായിട്ട് ഇലകൾ തളിച്ചു കൊടുക്കുക. ഫോളിയർ സ്പ്രേ എന്ന് പറഞ്ഞാൽ ഇലകൾ തളിച്ചു കൊടുക്കുക, പത്രപോഷണം എന്ന് പറയും. അപ്പം ഞാൻ കുറേ സ്പ്രേയിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. സ്യൂഡോമോണ സ്പ്രേയിങ്, പിന്നെ ബിവേറിയയുടെ സ്പ്രേയിങ്, 999 സ്പ്രേയിങ്, അതുപോലെ തന്നെ 13.045 സ്പ്രേയിങ്, പിന്നെ നമ്മളുടെ സമ്പൂർണ്ണയുടെ സ്പ്രേയിങ്. ഈ സ്പ്രേയിങ് എല്ലാം ഒരു ഈവനിങ്ങേ ചെയ്യാവൂ. അത് 3 മണി 4 മണിക്ക് ശേഷമേ ചെയ്യാവൂ. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ ആ സമയത്ത് പകലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത് ഇലകൾ കൂടി വളം സ്വീകരിക്കാനുള്ള പിന്നെ ശേഷി സസ്യങ്ങൾക്ക് പൊതുവെ കുറവായിരിക്കും. കാരണം വെയിലടിക്കുമ്പം ഈ ഇലകളിലുള്ള സ്റ്റൊമാറ്റ എന്ന് പറയുന്ന ഒരു അവയവം വഴിയാണ് അത് ശ്വസിക്കുന്നത്. ശ്വസനാവയവമാണ്. ആ ശ്വസനാവയവം ഒരു ചെറിയ ദ്വാരമാണ്. ഈ നല്ല വെയിലുള്ളപ്പോൾ ഈ ഓപ്പണിങ് സ്റ്റൊമാറ്റ അടഞ്ഞിരിക്കും. അതുകൊണ്ട് പകൽ സമയത്ത് നമ്മൾ അടിച്ചാൽ വെള്ളം അല്ലെങ്കിൽ അതിൻ്റെ വളം അതിലേക്ക് പോകില്ല. അതേസമയം വെയിൽ താന്ന് വരുമ്പോൾ പതുക്കെ സ്റ്റൊമാറ്റ ഓപ്പൺ ആവും. ആ സമയത്ത് നമ്മൾ അടിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് പെൻട്രേറ്റ് ചെയ്ത് പോകും. അപ്പം തീർച്ചയായിട്ടും ഈ വളപ്രയോഗവും സസ്യസംരക്ഷണ പ്രയോഗവും ഒക്കെ ഈവനിങ് മാത്രമേ നടത്താൻ പാടുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. തക്കാളിക്ക് ജൈവവളങ്ങൾ കൊടുക്കണം. ജൈവവളം എന്ന് പറയുമ്പോൾ പുളിപ്പിച്ച ജൈവ സ്ലറി ഉണ്ടാക്കി കൊടുക്കാം. പുളിപ്പിച്ച ജൈവ സ്ലറി എന്ന് പറഞ്ഞാൽ നമ്മുടെ പച്ചച്ചാണകം, വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക് ഓരോ കിലോ വീതം എടുത്ത് ഒരു 5 ലിറ്റർ വെള്ളത്തിൽ 5 ദിവസം പുളിപ്പിക്കുക. എന്നിട്ട് 3 ഇരട്ടി വെള്ളം ചേർത്തിട്ട് നേർപ്പിച്ച് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. അതുകൂടാതെ നമ്മുടെ പഴകിയ കഞ്ഞിവെള്ളം, അതായത് ഒരു ദിവസം കഴിഞ്ഞത്, അതും 3 ഇരട്ടി വെള്ളം ചേർത്തിട്ട് വേണം, നേർപ്പിച്ച് വേണം തക്കാളിക്ക് ഒഴിച്ചു കൊടുക്കാൻ. തക്കാളിക്ക് അത് അങ്ങനെ ഈ കഞ്ഞിവെള്ളം ഒഴിക്കുമ്പോൾ വേറൊരു ഗുണം കൂടെ ഉണ്ട്. ഈ ചിത്രകീടം ഈ തക്കാളിയിലെ നമ്മൾ കഞ്ഞിവെള്ളം ഒഴിക്കുമ്പം വെയിൽ കൊണ്ട് ഉണങ്ങിയിട്ടൊരു പാട പോലെ അതിൻ്റെ ഇലയിൽ ഇരിക്കുന്നുണ്ട്. ചിത്രകീടം പോലുള്ള കീടങ്ങൾ ആക്രമിക്കുന്നതും കുറയും. അപ്പോൾ ഒരു കീടനാശിനി കൂടിയാണ് നമ്മുടെ ഇത്. അതുപോലെ നമ്മുടെ മീൻ കഴുകുന്ന വെള്ളം, ഇറച്ചി കഴുകുന്ന വെള്ളം ഒക്കെ 3 ഇരട്ടി വെള്ളം ചേർത്തിട്ട് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ തക്കാളി ഒരു ശീതകാല പച്ചക്കറിയാണ്. എല്ലാ കാലത്തും ഇത് നമുക്ക് ഫലപ്രാപ്തിയിൽ എടുക്കാൻ പറ്റത്തില്ല. മഞ്ഞുകാലത്തെ കൃഷി എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. അപ്പോൾ അത് നമ്മളൊരു ഒക്ടോബർ ഒടുവിൽ നമ്മൾ തൈ ഉണ്ടാക്കി നട്ടു കൊടുക്കണം. അപ്പം നവംബർ, ഡിസംബർ, ജനുവരി മാസങ്ങളിൽ നമുക്കിതിൻ്റെ വിളവെടുപ്പ് പൂർത്തിയായിരിക്കാൻ കഴിയും. പരമാവധി ഫെബ്രുവരി വരെ. അല്ലാതെ നമ്മൾ നല്ല വേനൽക്കാലത്ത് ഈ തക്കാളി ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ നമ്മൾ ഈ പറയുന്ന മഞ്ഞുകാലത്ത് ഉണ്ടാക്കുന്ന പോലെ നമുക്ക് ഫലപ്രാപ്തിയിലെത്തില്ല. അപ്പോൾ ആ സീസൺ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ശീതകാല പച്ചക്കറികൾ എന്ന് പറഞ്ഞാൽ തക്കാളി മാത്രമല്ല, നമ്മുടെ ക്യാബേജ്, കോളിഫ്ലവർ അതുപോലുള്ള സാധനങ്ങൾ, ക്യാരറ്റ്, ബീട്രൂട്ടൊക്കെ പലരും കൃഷി ചെയ്യാറുണ്ട്. ഇതെല്ലാം ശീതകാല പച്ചക്കറികളാണ്. അപ്പോൾ ശൈത്യകാലത്ത്, മഞ്ഞുകാലത്താണ് ഇത് കൃഷി ചെയ്യേണ്ടത്. അപ്പം സീസൺ അനുസരിച്ചാണ് അല്ലെങ്കിൽ നമ്മളുടെ പച്ചക്കറികളെല്ലാം ചെയ്യേണ്ടത്. ഓരോ സീസൺ അനുസരിച്ച് സീസൺ ക്രമീകരിച്ച് വേണം പച്ചക്കറികൾ അടുക്കളത്തോട്ടത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത്. പിന്നെ തക്കാളിയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തക്കാളിക്ക് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള തണ്ടായതുകൊണ്ട് ഒടിഞ്ഞു വീഴാൻ വളരെ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് സപ്പോർട്ട് കൊടുക്കണം. ചരട് കൊണ്ടോ അല്ലെങ്കിൽ കമ്പ് കൊണ്ടോ അതിൻ്റെ ബ്രാഞ്ചസ് ഒക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അത് ഒടിഞ്ഞു വീഴും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത്രയൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് ശുദ്ധമായിട്ട് 1-ാം തരം തക്കാളിപ്പഴം നമ്മുടെ വീട്ടിൽ തന്നെ, നമ്മുടെ തൊടിയിൽ തന്നെ ഒട്ടും വിഷമില്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഉണ്ടാക്കില്ലേ?